ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും 10-30 കുട്ടികളുടെ മുമ്പ് വെച്ചിട്ടാണ് വെറും സ്ലം ഡോഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു കുട്ടി. സ്ലം ഡോഗ്സ്, നീ തെരുവ് പട്ടിയല്ലേടാ. നമസ്കാരം. കേട്ടില്ലേ? ഒരു അധ്യാപകൻ താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയെ വിളിക്കുന്ന വാക്കുകളാണ്. നിതിൻ എന്ന് പറയുന്ന ആ പയ്യന് മാത്രമല്ല ഇത്തരം വാക്കുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. ഒരാളില്ലാതെ ആയപ്പോഴാണ് മുന്നോട്ട് വന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ളവർക്കും ധൈര്യമുണ്ടായത്. 1950 നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് ജാതീയപരമായിട്ടുള്ള വേർതിരിവും അധിക്ഷേപവും ഡിസ്ക്രിമിനേഷൻ, സെക്ലൂഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അബോളിഷ് ചെയ്തത്. അൺടച്ചബിലിറ്റി പൂർണ്ണമായിട്ടും അബോളിഷ് ചെയ്തു. പിന്നീട് വന്നിട്ടുള്ള വർഷങ്ങളിൽ ഈ നിയമത്തെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് നിയമങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ അന്നത്തെ നേതാക്കന്മാരും അന്ന് സാമൂഹ്യപരമായി ഉന്നതിയിൽ നിൽക്കുന്ന ഈ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടിയിട്ടുള്ള ആ നേതാക്കന്മാർ വിചാരിച്ചത് ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൽ മുഴുവനായിട്ടുള്ള ഇത്തരം ഡിസ്ക്രിമിനേഷൻസ് ഇല്ലാതെയാകുമെന്നായിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്നിപ്പോൾ 76 വർഷങ്ങൾ കടന്നുപോയി. ഈ 76 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷായുസാണ്. അത്രയും ഒരു വലിയ ടൈം പീരീഡാണ് കടന്നുപോയത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും സാമൂഹ്യപരമായിട്ടും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നമ്മുടെ വിദ്യാഭ്യാസപരമായും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞു, ഒത്തിരി ഉന്നമനത്തിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ടും ഇന്നും ഇത്തരം വേർതിരിവുകളും പുച്ഛവും ഒന്നും മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. അന്ന് ആ നേതാക്കന്മാർ വിചാരിച്ചിരുന്നത് അന്നത്തെ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, അറിവോ വിവരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് ആൾക്കാർ കരുതിയിരുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സാധനം, അറിവ്, വിവരം, പഠിപ്പ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ ഉണ്ടായി കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥ മാറുമെന്നാണ്. മനുഷ്യന്മാരെ ഒരേപോലെ കാണാനും എല്ലാവരും ഈക്വൽ ആണ് എന്ന രീതിയിൽ കാണാൻ ആൾക്കാർ ശ്രമിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ വിചാരമൊക്കെ തെറ്റായിരുന്നു. ഇന്ന് 76 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നും നമ്മുടെ നാട്ടിൽ പല രൂപത്തിലും ഭാവത്തിലും അന്ന് നിലനിന്നതിനേക്കാട്ടിൽ കൂടുതൽ ക്രൂരമായിട്ടുള്ള അവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. പല രീതിയിലാണ്. പണത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപം, പണത്തിൻ്റെ പേരിൽ ആൾക്കാരെ വേർതിരിക്കുക, പിന്നെ കളറിൻ്റെ പേരിൽ ആൾക്കാരെ വേർതിരിക്കുക, നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപം, അപമാനം, ശരീരഘടനയുടെ പേരിലുള്ള അപമാനം, അങ്ങനെ പല രീതിയിൽ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ തന്നെ ഇന്നും അന്ന് നിലനിന്നതിനേക്കാട്ടിൽ കൂടുതൽ ക്രൂരമായിട്ടുള്ള അധിക്ഷേപങ്ങളും പുച്ഛവും വേർതിരിവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഈവൻ വിവരവും വിദ്യാഭ്യാസവും അറിവും ഒക്കെ കൂടിക്കിടക്കുന്ന ആൾക്കാരിലും ഇത് നിലനിൽക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണല്ലേ. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ദൈവതുല്യനായിട്ട് കാണുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഭാരതീയ സംസ്കാരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. അതായത് അച്ഛനും അമ്മയ്ക്കും ശേഷം നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് ഗുരുവിനാണ്. അധ്യാപകൻ, വിദ്യ പകർന്നു നൽകുന്നവൻ ദൈവത്തെക്കാട്ടിൽ മുകളിലാണ് എന്ന് പഠിച്ച് വളർന്നവരാണ് ഭാരതീയര്. അപ്പോൾ ഈ ഗുരു, ദൈവത്തിനെക്കാട്ടിൽ മുകളിലുള്ള ദൈവതുല്യനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ വായിൽ നിന്ന് ഒരു ശിഷ്യന്, ഒരു വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ, അവസ്ഥ, അയാളങ്ങ് കൂടിയ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളാണല്ലോ, കൂടിയ കൊമ്പത്തിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ അതിൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ വിദ്യാർത്ഥികളോട് കാണിക്കണമല്ലോ. ശരീരത്തിൻ്റെ ഘടന വെച്ചിട്ട് ശരീരം തിന്നാണെന്നുണ്ടെങ്കിൽ തിന്നെന്ന് വിളിക്കുന്നു, ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫാറ്റി എന്ന് വിളിക്കുന്നു, തൊലിയുടെ നിറം കറുത്തതാണെന്നുണ്ടെങ്കിൽ ബ്ലാക്കി എന്ന് വിളിക്കുന്നു. ഇങ്ങനത്തെ പേരുകളൊക്കെ ഇട്ടിട്ടാണ് അയാൾ വിദ്യാർത്ഥികളെ വിളിക്കുന്നത്. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കയ്യും കാലും വരെ തല്ലി ഒടിക്കുമെന്ന്. അതായത് ലോക്കൽ ഗുണ്ടകളുടെ കൂട്ട് പെരുമാറുന്ന അധ്യാപകർ, അതൊരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിനെ നരകതുല്യമാക്കും. ആ പയ്യൻ എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇതിനകത്ത് എനിക്കൊരു ഡൗട്ടുള്ളത് എന്താണെന്നറിയാമോ? ഈ നിതിൻ എന്ന് പറയുന്ന ഈ ഒരു സഹോദരൻ അയാളുടെ ഒരു സഹപാഠിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്. ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾ പറ, വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് സംസാരിക്കുന്നു. ഇത്രയധികം അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടും വളരെയധികം കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ആ പയ്യൻ സംസാരിക്കുന്നത്. അപ്പം ഒരു സംശയമുണ്ട്, അവൻ തന്നെ ഇല്ലാതെയായതാണോ ആരെങ്കിലും അവനെ ഇല്ലാതാക്കിയതാണോ എന്ന്. ഞാൻ ആദ്യം ആ ഓഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചു. അങ്ങേറ്റം ക്ഷമിച്ചു. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമാണ് സ്റ്റാഫ് റൂം. താൻ അങ്ങേയറ്റം ക്ഷമിച്ചു. തന്റെ മുഖത്ത് നോക്കി ഇഡിയറ്റ് എന്ന് അധ്യാപകൻ വിളിച്ചു. താൻ തിരിച്ചും പറഞ്ഞെന്ന് ശബ്ദ സന്ദേശത്തിൽ നിതിൻ രാജ് വിശദീകരിക്കുന്നു. സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, മുഖത്തേക്ക് തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും. ആ സഹോദരൻ്റെ സംസാരം നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നുന്നു? അതായത് തളരുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്നുണ്ടോ? ഇത്തരം ഒരു കാര്യങ്ങൾ കേട്ട് തളർന്ന് സ്വയം ഇല്ലാതെയാകുന്ന ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ആ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അതായത് തന്നെ ഇൻസൾട്ട് ചെയ്തപ്പോൾ തിരിച്ച് എതിർത്ത് സംസാരിച്ചു എന്ന് നിതിൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ എതിർത്ത് സംസാരിച്ചതിൻ്റെ വൈരാഗ്യം തീർത്തതാണെങ്കിലോ? എന്ത് സംഭവിക്കാം? ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുപോലെ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ നമ്മുടെ നിയമത്തിനാകുന്നില്ല. നമുക്ക് നിയമങ്ങളെല്ലാം ഉണ്ട്, എല്ലാ കാര്യവും അബോളിഷ് ചെയ്തിട്ടുള്ള നിയമങ്ങളുണ്ട്. എന്നാൽ ആ തെറ്റുകൾ ചെയ്യുന്ന ഉന്നതിയിലിരിക്കുന്ന വ്യക്തികളെ, ജാതിപരമായും വർഗപരമായും ഒക്കെ തന്നെ ഉന്നതിയിലിരിക്കുന്ന വ്യക്തികളെ ശിക്ഷിക്കാൻ നമ്മുടെ നിയമത്തിനാകുന്നില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മുടെ നിയമം കണ്ണടയ്ക്കുന്നു. നമ്മുടെ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കേസ് എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. ഈ നിതിൻ്റെ മരണശേഷം ഒരുപാട് ആൾക്കാർ, രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽപ്പെട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ സമരം ചെയ്യുന്നു, പ്രതിഷേധം ചെയ്യുന്നു, പ്രക്ഷോഭം ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഈ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ കാണിക്കണം. ഒരാളുടെ ജീവൻ ഇല്ലാതെ ആയിട്ടല്ല ഈ പ്രതിഷേധിക്കേണ്ടത്. പണ്ട് റാഗിങ്ങിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. സിദ്ധാർത്ഥിൻ്റെ അമ്മ നിതിൻ്റെ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ, അന്നും വലിയ ഉന്നതിയിലിരിക്കുന്നവരുടെ മക്കളാണ് അത് ചെയ്തത്. കാശും പണവും സമ്പാദ്യവും എല്ലാമുള്ള എല്ലാ രീതിയിലും ഉന്നതിയിലിരിക്കുന്നവരുടെ മക്കളായിരുന്നു അന്ന് അത് ചെയ്തത്. അന്നും ഇതുപോലെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാൽ ഈ സംഭവങ്ങളൊന്നും നടക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങളില്ല, പ്രക്ഷോഭങ്ങളില്ല. ഈ ഒരു ഇഷ്യൂവിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ റാം എന്ന് പറയുന്ന അവരുടെ HOD പറ്റിയിട്ട് തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. സ്ത്രീകൾ, പെൺകുട്ടികൾക്ക് ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പല വിദ്യാർത്ഥിനികളാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് എന്തുകൊണ്ട് പറയുന്നില്ല? ഈ പ്രക്ഷോഭക്കാർക്കും പ്രതിഷേധക്കാർക്കും ഇതിനു മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടപെടാം. അപ്പം ധൈര്യപൂർവ്വം ഇതൊക്കെ തുറന്ന് കാണിക്കാൻ ആരും തയ്യാറല്ല. ഇതിങ്ങനെ അങ്ങ് മിണ്ടാതിരുന്നങ്ങ് സഹിക്കും. ഈ മിണ്ടാതിരുന്ന് സഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ കുറേ നിയമങ്ങളുണ്ട്. നമ്മളില്ലാതെയാകുക എന്നുള്ളതല്ല അതിനൊന്നും പരിഹാരം. നമ്മൾക്കെതിരെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും തെറ്റ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മീഡിയാസിന് മുമ്പിൽ തുറന്ന് കാണിക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളുടെ കൂടെ നിൽക്കാൻ ഒരുപാട് പ്രതിഷേധക്കാരും പ്രക്ഷോഭക്കാരും ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ ഒരു കുടുംബത്തിന് അവരുടെ മകനെ നഷ്ടപ്പെട്ടു, ഭാവി നഷ്ടപ്പെട്ടു. ഒരു കുടുംബത്തിൻ്റെ വേരാണ് ഇല്ലാതെയായത്. ഇനി ഇല്ലാതെ ആക്കിയതാണോ എന്നും പറയാൻ പറ്റത്തില്ല, സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ അയാൾ ഇല്ലാതെയാക്കിയതായിരിക്കാം. സ്റ്റാഫ് റൂമിൽ വെച്ച് എല്ലാ ടീച്ചർമാരുടെയും മുമ്പിൽ വെച്ച് നിതിൻ എതിർത്ത് സംസാരിച്ചല്ലോ, ഇയാളെ എതിർത്ത് സംസാരിച്ചല്ലോ. അപ്പം അതിൻ്റെ പ്രതികാരമായിരിക്കാം. അപ്പോൾ അന്വേഷണം നടത്തണം, നല്ല രീതിയിൽ അന്വേഷണം നടത്തണം, ശക്തമായ അന്വേഷണം നടത്തണം. ഈ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഈ സാറുമാരെ, ഈ അധ്യാപകരെ, അവരെ പിരിച്ചുവിടുക. അവരെ അധ്യാപകരായിട്ടിരിക്കാൻ ഒരു യോഗ്യതയില്ലാത്തവരാണ്. അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവതുല്യരായിരിക്കണം. അവർ വിദ്യാർത്ഥികൾക്ക് നല്ല മാർഗം കാണിച്ചു കൊടുക്കേണ്ടവരാണ്. അവിടെ ശത്രുതയോ അല്ലെങ്കിൽ പ്രതികാരമോ ഒന്നും വെച്ച് പുലർത്തേണ്ടവരല്ല. വേർതിരിവുകൾ ഉള്ളിൽ വെച്ച് പുലർത്തേണ്ടവരല്ല അധ്യാപകർ. അങ്ങനെ ഏതെങ്കിലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പെരുമാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പിന്നെ ആ ഒരു ഉദ്യോഗത്തിൽ തുടരാൻ അർഹരല്ല. ഇത്രയും നാളുകളായിട്ട് അയാൾ ഈ ഒരു പരിപാടിയാണ് തുടരുന്നത്. വർഷങ്ങളായിട്ട് അയാൾ ഈ ഒരു പരിപാടി തുടരുവാണ്. എന്നാൽ ഇതുവരെയും അതിനെതിരെ പ്രതികരിക്കാനോ അയാളുടെ മുഖം മൂടി വലിച്ചു കീറാനോ ആരും തയ്യാറായില്ല, ആരും മുന്നോട്ട് വന്നില്ല. അവസാനം ആരിരയാക്കപ്പെട്ടു? ഒരു സഹോദരൻ ഇരയാക്കപ്പെട്ടു. അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു ഇത്രയും പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ പ്രതിഷേധങ്ങൾ എന്താണ്? കുറേ ദിവസങ്ങൾക്ക് ശേഷം കെട്ടടങ്ങും. ഈ റാം എന്ന് പറയുന്ന ആ അധ്യാപകൻ പിന്നെയും അയാളുടെ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും.
അവനൊന്നും നഷ്ടപ്പെടാനില്ല. അയാൾക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, ഇത്രയും നാളും അധ്യാപകനായിട്ട് തുടർന്നതല്ലേ, ഇഷ്ടംപോലെ കാശുണ്ട്, പണമുണ്ട്, അയാൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടു. ഇതാണ് പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു വലിയ വിഷയമാണ്. നിയമങ്ങളുണ്ട്, തടയാനുള്ള മാർഗങ്ങളുണ്ട്, പക്ഷെ ആ മാർഗങ്ങളൊന്നും തന്നെ ആരും ഏറ്റെടുക്കത്തില്ല. പ്രതികരിക്കേണ്ട സമയത്ത് ആരും പ്രതികരിക്കത്തില്ല, വാ മൂടി കെട്ടിവെക്കും. അവസാനം ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതികരിക്കും. ആ പ്രതികരണമൊക്കെ കുറച്ച് ദിവസത്തിന് മാത്രവുമായിരിക്കും. ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയോ ഇല്ല. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞേ, 76 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ഇത്തരം പരിപാടികൾ നമ്മുടെ നാട്ടിൽ തുടരുന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണം ഇതാണ്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കില്ല ആരും, ചെയ്യേണ്ട നടപടികൾ ആരും തന്നെ സ്വീകരിക്കത്തില്ല, ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കില്ല. നിയമമൊക്കെ വെറും പേപ്പറിൽ എഴുതിയേക്കുന്ന കഷ്ണങ്ങൾ മാത്രമായിട്ട് മാറിയേക്കാണ്.